വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. സംഭവം ഇന്ന് നമ്മളൊരു ഫാമിലി ട്രിപ്പാണ് ഇമ്മയുടെ അടുത്ത് എല്ലാവരും കൂടി. സോ ഞാൻ വെച്ചിട്ടൊരു വ്ളോഗ് വേണ്ടിയിട്ട് എടുക്കാം. ഭയങ്കരമായിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു എനിക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ അധികം നോക്കുക, കാരണം സ്റ്റോറേജ് ഫുള്ളാണ്. ഇതിന് ഇരുന്ന് ഡിലീറ്റ് ആകണം. അപ്പം നമുക്കൊന്ന് വരാം. വയനാട്ടിലേക്കാണ്. ആദ്യം നമുക്ക് പാക്കിംഗ് ഒക്കെ കാണിച്ചാൽ ഓക്കെ. നമ്മൾ പാക്ക് ചെയ്ത ഡ്രസ്സാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അതിന് സിപ്പ് പൊട്ടിയെടുക്കാം. എനിക്ക് എന്താ ചെയ്യാൻ എനിക്കറിയില്ല. അടിയിൽ പോയിട്ട് വേറെ ബാഗ് ഉണ്ടോ നോക്കാം. ഞാൻ ഇത് സെപ്പറേറ്റ് ആക്കി എടുത്ത ചെയ്യും. എന്താ വെച്ചാൽ ഇനി അവസാനം ഇതാണ് എന്തിനാ ബാഗ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ബാഗ്? സംഭവം ഫോണൊക്കെ എടുക്കാനാണ് ഈ ബാഗ് എടുക്കുക. എനിക്ക് കീശയിലൊക്കെ എടുക്കാൻ മതി, പക്ഷെ ഞാൻ വിചാരിച്ചു എടുക്കാം, എന്നിട്ട് വണ്ടിയിൽ വെക്കാം. അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ട്രിപ്പ് പോകാൻ നമ്മളെല്ലാവരും ഫുൾ സെറ്റ് ആയിക്കണം. ഇക്കാക്ക വണ്ടി കൊണ്ട് വന്നാൽ നമ്മളെല്ലാവരും ഫിഷിൽ പോകും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. നമ്മൾ ബൂസ്റ്റ് കഴിക്കണം. പിന്നെ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. എത്ര ആൾക്കാർക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമാണെന്നല്ല, പക്ഷെ ഞങ്ങളെ പേർക്കാർക്കൊക്കെ ഇഷ്ടമാണ്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് തൈ ഉണ്ട് കേട്ടോ. അത് ഇപ്പൊ ഉണ്ടാവില്ല. ഈ വർഷം ഉണ്ടായിട്ടില്ല. തിന്നാ നിനക്ക് തന്നീല, എനിക്ക് തന്നീല. ഫേക്ക് മദർ, ഫേക്ക് ഫ്രണ്ട്സ് പോലെ ഫേക്ക് മദേഴ്സും ഉണ്ട്, മനസ്സിലായില്ലേ? കൊണ്ടുപോകാനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് അരിയുന്ന മാതാശ്രീ. അരി നല്ല പോലെ അരി ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കൊണ്ടുപോകണ്ടേ. അപ്പൊ ഞങ്ങൾ നേരെ വരാറുണ്ട്, പക്ഷെ ഇന്ന് ഞങ്ങൾ വളരെ നേരത്തെ. അപ്പൊ ഞങ്ങളെക്കാൾ നേരെ വിഹിതമുണ്ടാകാൻ തോന്നുന്നു. ഞങ്ങൾക്ക് കുറെ ടൈം ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് ഇങ്ങനെ ഓടലാണ്. അങ്ങനെ സംഭവം ഉണ്ട്. നമുക്ക് ഈ ലിപ്സ്റ്റിക് പക്ഷെ ഇട്ടിട്ട് തോന്നുന്നില്ല. ഫേസിന് മൊത്തത്തിലൊരു ഡ്രസ് ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മധുരമുണ്ടല്ലോ ഉണ്ടെന്ന്, പക്ഷെ നമ്മൾ ഉള്ളിന്റെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. ബാക്കി പിന്നെ കാണാം. അങ്ങനെ ഇക്കാക്ക വന്നപ്പോഴത്തേന് നമ്മളെല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളെല്ലാവരും ഇറങ്ങി. നമ്മൾ നിലയേട്ടാ പോണ അറിയോ? വയനാട്ടിലേക്കാണ് നമ്മളെല്ലാവരും ട്രിപ്പായിട്ട് പോണേ. അതിൻ്റെ ഇടയിൽ ഇറങ്ങി പോയി ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച്, കാരണം കുറേ യാത്ര ഉണ്ടല്ലോ, ചടക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. പക്ഷെ ഒന്നും പറയാല, അടിപൊളി വെതർ, നല്ല കോടയും ഇതൊക്കെ. എന്താ ഇങ്ങനെ പറഞ്ഞു തരുന്നതല്ല, അത്രയും നല്ല രസമുണ്ടായിന്. പിന്നെ ഈ പോണ റൂട്ടാണ് നമ്മൾ. പക്ഷെ ആ സമയത്ത് നല്ല വണ്ടിയെല്ലാം ഇളക്കണ്ടേന്. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് പേടിക്കണ്ട ശിവ പേടിക്കണ്ട, ആ ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നമ്മൾ റിസോർട്ടിലൊക്കെ എത്തി. അപ്പത്തി എല്ലാവരും എടുത്തിനെ. നല്ല രസമുള്ള വ്യൂ ഗൈസ്. ഞങ്ങളെ ബാഗൊക്കെ എടുത്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. റൂം ഓക്കെ. ഇങ്ങനെ എടുക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. അതെന്താ നമുക്ക് പഠിക്കാൻ പോലെ. പിന്നെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് വിളിക്കും. അങ്ങനെയാണ് ഡെസ്റ്റാ ബെഡ്, വാഷ്റൂം, പിന്നെ എക്സ്ട്രാ ഫീൽ തരുന്നില്ലേ. ഓക്കെ, ഇവിടെ പിന്നെ നമ്മൾ ഇവിടെ ഉണ്ട് കയറും. ഓ സീ പിന്നെ നമ്മൾ ഇവിടെ നടക്കുമ്പോൾ വ്യൂ പക്കാ തന്നെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റിസോർട്ട്, അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവിടെയാണ് നമ്മൾ അടുത്ത്. അത് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള വ്യൂ. ഇപ്പം ഇങ്ങനെ അടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം കൂടി ഉണ്ട്. പക്ഷേ അടിയുണ്ട് റൂമ്. ഇതാണ് അടിയത്തെ റൂം. ഓക്കെ, ഇതൊരു ഓക്കെ റൂം. നല്ല സ്ഥലം. നമ്മളിതിന് മുകളിൽ കയറും. കിട്ടിയില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇതിന്റെ ചാവി ഇപ്പം എടുത്തില്ല. പിന്നെ ആൾക്കാർ വന്ന് ഇതിനെ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. ആകെയുള്ളൊരു അടിയൻ, ആകെയുള്ളൊരു അനിയത്തി, ആകെയുള്ളൊരു താത്ത. ഇത് ഫുൾ ആകെകളാണ്. ആകെയുള്ളൊരു സാധനം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് താക്കോല് കിട്ടാത്തതുകൊണ്ട് നമ്മളിതിങ്ങനെ പിടിക്കും. എന്നിട്ട് വലിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരും. കണ്ടോ, ബുദ്ധനൊക്കെ ഉണ്ട്. ബുദ്ധൻ ശാന്തി സമാധാനം എന്നാണ് പറയുന്നത്. ഈ റൂമിൽ നിന്ന് മക്കളാണ്. ശാന്തി സമാധാനം ഒക്കെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. താക്കോല് കിട്ടാനൊക്കെ എടുത്ത് വെച്ചാൽ അസിസ്റ്റ് ചെയ്യാം. നമ്മൾ അടുത്തതായിട്ട് ഇവിടുന്ന് കാണാൻ പോകുന്നത് എല്ലാ ആൾക്കാരും ഇവിടുന്ന് സാധനങ്ങൾ എടുത്തു വെക്കുന്നുണ്ട്. കുഞ്ഞാക്ക, ആകെയുള്ളൊരു കുഞ്ഞാക്ക, ആപ്പാപ്പ, ആകെയുള്ളൊരു അല്ല 2 അമ്മമാരുണ്ട്. ഇത് സുങ്കിയമ്മ, ബാബിലാല. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോട്ടെ. അങ്ങനെ നമ്മൾ ഈ സ്ഥലം കണ്ട് പിന്നെ അവർക്ക് 2 ആൾക്ക് കിട്ടും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു ആപ്പാപ്പ ഗൈസ്. ആർത്ത് അങ്ങനെ ഞാൻ റിസോർട്ടിലെത്തി. നമ്മള് റിസോർട്ടിലൊക്കെ എത്തി. എല്ലാവരും റൂമൊക്കെ സെറ്റാക്കി. എന്ത് അയ്യോ
അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മൾ അങ്ങനെ റിസോർട്ടിലൊക്കെ എത്തി. ഇപ്പൊ എല്ലാവരും മാറ്റാനും നമ്മൾ വെള്ളത്തിൽ ചാടാൻ പോകണം. ഞാൻ ഇടയിൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്ത് റിസോർട്ടിന്റെ ഹോം ടൂർ, റിസോർട്ടിലെ റൂം ടൂർ എടുത്തിട്ടുണ്ടാവും. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം, എനിക്കറിയില്ല. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും വെള്ളത്തിൽ ചാടാൻ പോവാണ്. അപ്പൊ അത്രയുള്ളവരും ഞങ്ങൾ ഞാനും മമ്മിയും കൂടിയും വെള്ളത്തിൽ ചാടാൻ പോണേ. എല്ലാരും ഉണ്ട്, പക്ഷെ എല്ലാരും പോയി. ഞങ്ങൾ അവസാനമായി. ഞങ്ങള് മൂന്നാളും മാത്രമായി വെള്ളത്തിൽ ചാടാൻ പോകുമ്പോ. ഇങ്ങനെ എല്ലാരും വെള്ളത്തിലൊക്കെ ചാടി നമ്മൾ നേരെ വന്ന് ഡ്രസ്സൊക്കെ മതി. നമുക്ക് ഞമ്മ തിന്നാൻ കത്തിയാലേ നമ്മളാട്ട് കേറൊരു കയറ്റം പൈസ ഞാനും എന്റെ യേശു ഇങ്ങനെ നടന്നു പോവാ ഗായ്സ്. പൈശോ അതെ, ഇന്നലെ ഇവിടുന്ന് കഴിഞ്ഞ ഗൈസ് ആന തിന്ന് ചക്ക തിന്നോടെ ഇവിടുന്ന് തിന്നു. എല്ലാവരും ഉറക്കിയും പോയി. കാരണം എന്താ വെച്ചാൽ ആന വരുന്നുണ്ട്, ആന വരാൻ കാത്തിക്കണല്ലോ. അതൊക്കെ എന്താ പറയാ അല്ലേ? ഇന്നലെ അവിടെ ആന വന്നിരുന്നു. എപ്പോഴാണ് നിൽക്കാവുന്നത്. ഞങ്ങളെല്ലാരും പറഞ്ഞ ആന എന്താ വന്നിട്ട് വെടിയൊക്കെ പൊട്ടിച്ചപ്പോ എല്ലാവരും ആനനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നിൽക്കണ്ടോ, നല്ല കാറ്റുണ്ട്, മഴയുണ്ട്. സൂപ്പർ. നമ്മൾ ചാടിക്കാൻ പോകണം ഗൈസ്. കോട, ഞങ്ങൾ അവിടേക്ക് ചാടിക്കാൻ പോകണം. ഓ അടിപൊളി, ഫുൾ കോടയാണ്. ഞങ്ങൾ ചുറ്റും കോടയാണ്. നമ്മൾ ഉൾപ്പെടുത്തൽ ഈ മലന്റെ മുകളിൽ കാണുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ അവിടുന്ന് അട്ട കടിക്കും. ഉപ്പെടുത്തിട്ടുണ്ട്. അട്ട കടിക്കും. നല്ല ചെറുമായ തണുപ്പ്. ഇനി നല്ലൊരു കാറ്റ് കൂടി ഞങ്ങൾ വിറക്കും. ഞങ്ങൾ ലാസ്റ്റ് ട്രക്കിങ് കഴിഞ്ഞത്. ബാക്കി എല്ലാവരും നേരത്തെ ഞങ്ങൾ ലാസ്റ്റ്. അങ്ങനെ നമ്മൾ മാറ്റിയപ്പിന് വെക്കേറ്റ് ചെയ്യാൻ പോകണം. എല്ലാവരും മാറ്റിയത്, ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ. കാരണം ഞാൻ അവസാനം മാറ്റിയത്. സോ നമ്മൾ ഔട്ട്ഫിറ്റ് ഇതാണ്. നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കണം. എല്ലാവരും ഒന്നും ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ട്, ഐലൈനർ, പൗഡർ ഇട്ട്, അത്രേ ഉള്ളൂ. നമ്മൾ നമ്മളെ ലഗേജും എടുത്തിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. സോ ഇനി ബാക്കി ലോങ് കാണിച്ചു. ഓക്കെ. സോ ഞാൻ വീഡിയോ എടുത്ത് എങ്ങനെ എനിക്കറിയാം. ഞാൻ കുറേ എടുത്തില്ല. അപ്പോൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എനിക്കറിയില്ല. പക്ഷെ കുഴപ്പമില്ല. സോ പോവാം. ബൈ.